ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഹേയ് ബോയ്സ് ആൻഡ് ഗേൾസ്, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മോർണിംഗ് റൈഡാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഏകദേശം 91 കിലോമീറ്റർ വരുന്ന ഒരു വാട്ടർ റിസർവോയർ, അതിൻ്റെ പേര് ദത്തികനഹള്ളി ഡാം എന്നാണ്. ഇവിടുന്ന് ഏകദേശം 91 കിലോമീറ്റർ 2 hours റൈഡ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഏത് സ്മാഷ് ദ ബെല്ലൈക്കൺ. ഓക്കെ, ബൈക്ക് ഇവിടെ ഉണ്ട്. നന്നായിട്ട് ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. വെള്ളം കാണാൻ നിങ്ങൾക്ക് ഇവിടെ എല്ലാം ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്ത് ഇവിടെ എന്തായാലും നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, നല്ല മഴ ഉണ്ടാവും എപ്പോഴും. ഓക്കെ, അപ്പം സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. തണുപ്പാട്ടോ, ഒരു രക്ഷയില്ലാറില്ല. സമയം 7:30 മണിയായി, പക്ഷെ എന്നിട്ടും ഡേ ലൈറ്റ് വന്നിട്ടും ഭയങ്കര തണുപ്പാണ്. കൈയെല്ലാം ഫ്രീസ് പോലെ ആവുന്ന. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഏകദേശം ഇനി ഒരു 1 മണിക്കൂർ 50 മിനിറ്റ് യാത്രയുണ്ട്. അതിനിടയ്ക്ക് ട്രാഫിക്കും ഉണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒബ്വിയസ്ലി ട്രാഫിക് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ്. ബിൽഡിങ്ങിന് മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കോട ഇറങ്ങിയത്. ഇപ്പോൾ സമയം 7:30 ആയി. ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ. അത്രയ്ക്ക് തണുപ്പുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചപ്പോൾ ഈ ട്രാഫിക് ജാം വിട്ടുമായിരിക്കുന്നത്, പക്ഷേ ഇറ്റ്സ് ഓൾറെഡി ഡൺ. ചെറിയൊരു നല്ലൊരു സുഖമുണ്ട്. ഒരു എന്താ പറയുക, മേലെല്ലാം വെയിലെല്ലാം തട്ടിയൊന്ന് ചൂടാവുന്ന സമയത്ത് നല്ലൊരു സുഖമുണ്ട്. ഇത്രയും നേരം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈയെല്ലാം ഐസ് പോലെ ഉണ്ടായതാണ്. എന്താ പറയുക, ഐസിലിട്ട പോലെ ഭയങ്കര ഒരു സൈസ് പെയിനല്ലേ. ഇപ്പോൾ വെയിലൊക്കെ തട്ടിയൊന്ന് ചൂടാവുന്ന സമയത്ത് കുറച്ചൊരു എന്താ പറയുക നല്ല ഫീലിങ്സ് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 35 കിലോമീറ്റർ ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ഞാൻ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഔട്ടായി. ഇപ്പം ഞാൻ ഇത് നന്ദി ഹിൽസ് റോഡാണ് കേട്ടോ. ഈ റോഡിൻ്റെ 2 സൈഡിലും കണ്ട് നല്ല യുട്ടാല് കിടക്കാണ്. എത്തിയപ്പോണ്ടല്ലോ ആ ഒരു സ്മെല്ലിന് അടിച്ചിട്ട് അടിപൊളി ഒന്നും പറയാം. ഇനി ഇവിടുന്ന് ഒരു ഇതാണ്ടോ ഒരു 28 കിലോമീറ്റർ കൂടി പോയാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഞാൻ അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ 2 വട്ടമാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ നേരത്തെ ഞാനത് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിന് മുമ്പ് ഒരു വട്ടം പോയത് ഉച്ചയ്ക്കും പിന്നെ ഒരു വട്ടം പോയത് രാവിലെ ഒരു 10:30 ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ്. ഇത്രയും നേരത്തെ ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. കാരണം ഇത് സൺഡേ ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അപ്പോൾ ഭയങ്കര ട്രാഫിക് വന്നിട്ട് റോഡെല്ലാം ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് തിരിച്ച് റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഈ മഴയും കൂടി പെയ്താൽ ഭയങ്കര സീനാണ്. അതുകൊണ്ടാണ് രാവിലെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റോഡ് കാര്യങ്ങൾ, ഡെവലപ്ഡ് ആയിട്ടുള്ള റോഡ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ശരിക്കും നമ്മൾ എന്താ പറയുക ഒരു വില്ലേജിലേക്ക് എൻട്രി ചെയ്യുന്ന. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഞാൻ സാധാരണ വരുമ്പോൾ ചായ കുടിക്കുന്നൊരു കടയുണ്ടായിരുന്നു. അതാണ് ആ കട. ഇവിടെ ഈ സാധനത്തിന് പറയുന്നത് കിഴിന്ന് അങ്ങനെ എന്താ പറയുന്നത്. മലയാളത്തിലും തമിഴിലും എന്താ മുറുക്ക് എന്താ അവർ പറഞ്ഞത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായക്ക് ആകെ 5 രൂപയുള്ളൂ. നോക്കാം. അപ്പം ഇവിടുന്ന്
നിന്ന് കറക്റ്റ് 23 കിലോമീറ്റർ ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ബല്ലാർപൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ചായക്ക് അങ്ങനെ എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചായക്ക് ആകെ 5 രൂപയുള്ളൂ. പിന്നെ ആ അണ്ണൻ ഭയങ്കര അടിപൊളിയാണ്, എന്താ പറയുക, നല്ല നൈസായിട്ട് വർത്താനം പറയുന്നുണ്ട്. ഓക്കെ, നല്ല തണുപ്പാണ് ഇവിടെ, മഴ ഇങ്ങനെ മൂടി കെട്ടി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഒരു രക്ഷയില്ലാത്ത തണുപ്പാട്ടോ ഇവിടെ. ഒരു എന്താ പറയുക, ഒരുമാതിരി ഫീലിംഗ് നമുക്ക്. കയ്യും കാലും എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഇതായിട്ട് ഇങ്ങനെ വിറയ്ക്കുന്ന. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പാറകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിലൂടെയാണ്, ഇതേപോലത്തെ ഹിൽ സ്റ്റേഷൻസിൻ്റെ ഇടയിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. വേറൊരു ഫീലിംഗ് തന്നെയാണ്. പക്ഷെ ഇത്ര തണുപ്പ് പാടില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ കോടയെല്ലാം കാണുന്നുണ്ട്, പക്ഷെ ഇത്ര തണുപ്പ് പാടില്ല. ഞാൻ സാധാരണ വരുന്ന സമയത്തെല്ലാം ഇത്ര തണുപ്പൊന്നുമില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇപ്പം ഭയങ്കര തണുപ്പാണ്. എന്താ പറയുക, കയ്യൊക്കെ തന്നെ കോച്ച് പിടിക്കുന്ന അങ്ങനത്തെ ഒരുമാതിരി തണുപ്പ്. പക്ഷേ ബാംഗ്ലൂർ ഒബ്വിയസ്ലി ഓഗസ്റ്റ് സെപ്റ്റംബർ മഴക്കാലമാണ്, ഇങ്ങനെ ഉണ്ടാവും. എന്നാലും ബാംഗ്ലൂർ ഒരു വിധത്തിലുള്ള ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് ഈ ഒരു ഏരിയയിലേക്ക് ഭയങ്കര തണുപ്പാണ്. നമ്മളവിടുന്ന് പോകുന്നത് ഇനി ഇവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്ന് ശരിക്കും നമ്മൾ എന്താ പറയുക, വില്ലേജിലേക്ക് നമ്മൾ കടന്ന്, ഇപ്പോൾ നമ്മൾ ശരിക്കും ആ വില്ലേജിൽ കൂടിയാണ് പാസ് ചെയ്ത് കടന്നത്. അവിടെ ഇങ്ങനെ ഒരു വാട്ടർ റിസർവോയർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ റോഡ് ഇത്രയ്ക്ക് നല്ല വൃത്തിയാക്കി, എന്താ പറയുക, ഇത്രയ്ക്ക് ഡെവലപ്പായിട്ടേക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതുകൊണ്ട് എനിക്ക് നനയാൻ തീരെ താല്പര്യമില്ല. ഇപ്പോൾ നമുക്ക് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിൽ ചെറിയ ചെറിയ വീടുകൾ, കാര്യങ്ങൾ, കുട്ടികൾ, കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ശരിക്കും ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ ആണ് പാസ് ചെയ്ത് പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഒരു 5 കിലോമീറ്റർ പോകാൻ. പിന്നെ പോകുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ മാപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ എന്താ പറയുക വെള്ളക്കെട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോകുന്ന ആ ഡാമിനേക്കാളിലും അടിപൊളിയാണ് ഈ വെള്ളക്കെട്ട് പറയുന്നത്. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്കൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ഇടയിലൂടെ വരുന്ന കാറ്റ് കാര്യങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലസൻ്റായിട്ടുള്ളൊരു ഫീലിംഗാണ്. മഴ നല്ല അടിപൊളിയായിട്ട് കുത്തി പെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് ഞെരിയാണിക്ക് അത്രയോ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞാൻ ഇറങ്ങിയതായിട്ടുള്ളൂ. ഇതിലൊക്കെ വെള്ളത്തിനൊക്കെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം വെള്ളം. ഗായ്സ്, ഇതില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് മുകളിലൂടെ വെള്ളം പോയിട്ടുണ്ടായിരുന്നില്ല. ഇതല്ല ഞാൻ വന്ന ഡാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെള്ളക്കെട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിന് മുകളിലൂടെ വെള്ളം ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ഇതിങ്ങനെ പോകുന്നത്. സാധാരണ കഴിഞ്ഞ വട്ടം ഞാൻ വന്ന സമയത്ത് ഞാനിവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ റിസർവോയർ, ഒരു കുളമാണ്, അല്ലാതെ പുഴയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. എനിക്ക് മഴ പെയ്യുന്നതിന് മുമ്പ് എന്താക്കണം, ഇവിടെ നിന്ന് ഇതാക്കിയിട്ട് എനിക്ക് പുറത്തേക്ക്, കാരണം എൻ്റെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് കാര്യങ്ങളെല്ലാം നനഞ്ഞു കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് എന്താ പറയുക, സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും ഒരു എക്സ്പെൻഡിച്ചറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട് അല്ലേ, ഇന്നലെ കഴുകിയതാണ്. ഓക്കെ, ഞാൻ കീ എപ്പോഴും മറക്കും. സോ
കഴിഞ്ഞ വട്ടം ഞാൻ വന്ന സമയത്ത് ഒരു ഉച്ചയൊക്കെ ആയിരുന്നു. അന്നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കാറ്റ് വന്നു. അതേപോലെ ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടുന്ന് മീനിനെ പിടിച്ചിട്ട് എന്താ പറയുക, കാണിച്ചു തരാം. ഇവിടെ അവർ ഓൾറെഡി ഒരു മീനിനെ പിടിച്ച് സെറ്റാക്കുന്നുണ്ട്. ക്യാൻ ഐ സീ ദാറ്റ്? ക്യാൻ ഐ സീ? വാട്ട്സ് യുവർ നെയിം? മുജീബ്. ഷഫി? കേരള? കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു ഫീലിംഗ്. ഓക്കെ. ഓ, इसका नाम क्या है? ಪಿಲೋಪಿ. ಹೆಸರು ಕೇಳ್ತಾರದು. ಹಾಂ, ಹೆಸರು. ಹಾಂ, ಫಿಶ್. ಮೀನ್ ಹೆಸರು ಇದು ಕಟ್ಲ. ಕಟ್ಲ. ಇದು ಗ್ಲಾಸ್ ಕರ್ಪ. ഇത് കട്ട്ല അല്ല, ഇത് കട്ട്ല, ഇത് ഗ്ലാസ് കട്ട്ല. അങ്ങനെ ഗ്ലാസ് കട്ട്. ഇത് ഗ്ലാസ് കപ്പ്. ഇവിടുന്ന് ഓക്കെ ഓക്കെ, ഇവർ ഇവിടുന്ന് തന്നെ. അപ്പോൾ ഇതേപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഇവിടെ ശരിക്കും ഇങ്ങനെ ഇതും കൂടിയുണ്ട്. ഓക്കെ. കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്ന സമയത്ത് ഇതേപോലെ മീൻ ഫിഷിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല അടിപൊളിയാണ്, എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലെ ഒരു മോർണിംഗ് റൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അവിടെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇല്ല, ഒരു എന്താ പറയുക, ഭയങ്കര ചൂടായിരിക്കും, കാറ്റും ഇതും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ. വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി. അന്ന് ഞാൻ വന്ന സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇന്നിപ്പോൾ മഴ പെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ വെള്ളത്തിനുള്ള ഒരു എന്താ പറയുക, ഒരു മഞ്ഞ കളറ്. ഓക്കെ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ഒരു ഓഫ് റോഡ് ടൈപ്പാണ്. ഏകദേശം ഇവിടുന്ന് അങ്ങോട്ടേക്ക്, ഇത് അങ്ങോട്ടേക്കുള്ള ഇവരുടെ ഈ ഒരു ഗ്രാമവാസികളുടെ ചന്ത എന്താ പറയുക, ചന്തയല്ലേ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ വിൽക്കുന്ന, ഇവിടുന്ന് പുറത്തേക്കൊന്നും അധികം പോകുന്നില്ല. അയ്യോ, എൻ്റെ വണ്ടി ഞാൻ ഇന്നലെ കഴുകി കൊണ്ടുവന്നാണ്. ചളിയാക്കാൻ നടുവിലൂടെ പോയാൽ വടി വീഴും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കുറച്ച് ദൂരമുള്ളൂ ഈ ഓഫ് റോഡ് ടൈപ്പ്. ഒരു എന്താ പറയുക, ഒരു 100-300 മീറ്റർ കാണും ഈ ഒരു ഓഫ് റോഡ് ടൈപ്പ്. അതിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ചൊരു 100-300 മീറ്റർ ഓഫ് റോഡ് ടൈപ്പ്. ഭയങ്കര താഴ്ന്ന എന്താ പറയുക, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള ബൈക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എൻ്റെത് ജിക്സർ SF150 ആണ്. ഇതിനൊന്നും വലിയ കുഴപ്പമില്ല. കാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ക്രിട്ടിക്കലാണ് റോഡെല്ലാം. ചെറിയൊരു രീതിയിൽ എന്താ പറയുക, കുറച്ച് ഭയങ്കര വലിയ കട്ടും ചാടിക്കലൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം. ഓക്കെ. ഇതിൻ്റെ ഈ വാട്ടർ റിസർവോയറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും നല്ല എന്താ പറയുക, അടാറ് കാടാണ്. അങ്ങോട്ടേക്കും അപ്പുറത്തേക്കും ഒരു സംഭവം കാണില്ല, ഇപ്പുറത്തേക്കും ഒരു സംഭവം കാണില്ല. എന്താ പറയുക, ശരിക്കും ഒരു ഇതിൻ്റെ കാടിൻ്റെ ഒത്ത നടുക്കാണ് ഈ വാട്ടർ റിസർവോയർ ഉള്ളത്. പക്ഷെ അത്യാവശ്യം വിസിറ്റേഴ്സ് എല്ലാം ഉണ്ടാവും. പക്ഷെ അത്രയ്ക്ക് റഷ് ഉണ്ടാവില്ല, പക്ഷെ വിസിറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല. അതായത് പാർക്കിങ്ങിനായിട്ട് ഒരാളെ നിർത്തുന്ന ഒരു സംഭവം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇതാദ്യമായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് വാട്ടർ റിസർവോയർ. ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു ചേച്ചി ഇരുന്നിട്ട് കുറച്ച് സംഭവങ്ങളും സാധനങ്ങളെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാണാമല്ലോ, ചിലപ്പോൾ മഴ ആയതുകൊണ്ട് പോയതായിരിക്കും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു കെട്ട് വരുന്നത് ആ ഏരിയയിലാണ്. കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അണക്കെട്ട് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ അണക്കെട്ട് വരുന്നത്. ഓക്കെ. അവിടെയെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയ്ക്ക് അവിടെ ഒരു കുറ്റി കണ്ടില്ല, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അരയ്ക്കേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്ന് വന്ന സമയത്ത് ഞാൻ വെള്ളത്തിലുള്ള ഇറങ്ങിയതായിരുന്നു. അരയ്ക്കേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ മുകളിലൂടെ വെള്ളം പോകുന്നുണ്ടെന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഇന്നിപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഫുള്ള് മഞ്ഞ കളറായി. കണ്ടാലൊരുമാതിരി എന്താ പറയുക, നമുക്ക് ഒരുമാതിരി പേടി തോന്നുന്ന ഒരുമാതിരി എന്താ പറയുക അറ്റ്മോസ്ഫിയർ.
ഓക്കെ. പിന്നെ അവിടെ ഇങ്ങനെ ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്, ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഉള്ള ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഈ കാണുന്ന ഇത്ര ഏരിയ മാത്രമല്ല, അത് കാണുന്നത് ഒരു തുരുത്താണ്. ഇവിടെ ഒരു തുരുത്ത്, ഇങ്ങനെ 3 തുരുത്ത്. ഇതിൻ്റെ ബാക്കിലേക്ക് ഇതിങ്ങനെ നീണ്ടു നേർന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരു ട്രയാങ്കിൾ പോലെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ജോഗ്രഫി എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിൾ പോലെയാണ് ശരിക്കും. ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നീളത്തിലുള്ള ഒരു ട്രയാങ്കിൾ പോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയാം. ആ തുരുത്തിൻ്റെ ബാക്കിലേക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു ഓലക്കുടിലുണ്ട്. ഇവിടെ ഇതിന് മുമ്പ് ഒരു ചേച്ചി ഇവിടെ ഇരുന്നിട്ട് സാധനങ്ങളെല്ലാം വിറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കാണിച്ച ചിലപ്പോൾ മഴ പെയ്തുകൊണ്ട് ഇല്ലാത്തായിരിക്കും. ഞാൻ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ. അപ്പം മഴ പെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ കയറിയതാണ്. ഇപ്പോൾ എൻ്റെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് ആ ബ്രിഡ്ജ് വരുന്നത്. ആ ബ്രിഡ്ജ് നമുക്ക് അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് പോകാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ കുറച്ച് വിസിബിളാണ്. ചെറിയ ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലൂടെ നടക്കുന്ന സമയത്ത് താഴെ വെള്ളമൊക്കെ കാണുമ്പോൾ ആ ഒരു ഫീലിങ്സ് കാര്യങ്ങളെല്ലാം വരും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അറ്റ് എ ടൈം ഒരു 4-5 ആൾക്കാർക്ക് ആ ബ്രിഡ്ജിൽ പോകാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ കാണുന്നത് മൊത്തം കംപ്ലീറ്റ് എന്താ പറയുക അഡാർ ഫോറസ്റ്റാണ്. അതിൻ്റെ ഒറ്റ നടുവിലാണ് ഈ ഒരു ഡാം ഉള്ളത്. നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. ഇതിനിടയ്ക്ക് 2-3 മലയാളി പിള്ളന്മാരെ കണ്ട്, ചെക്കന്മാരെ കണ്ട്. ഇപ്പോൾ അവരോട് സംസാരിച്ചു. അവർ ബാംഗ്ലൂർ ഒരു ജാലഹള്ളിയാണ് താമസിക്കുന്നത്. നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. എനിക്കുണ്ടല്ലോ ഇപ്പോൾ ഞാൻ എന്താ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അവരിങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകും. എനിക്ക് ഇവിടുത്തെ ഈ തണുപ്പ് കാരണം തലവേദന എടുത്തിട്ട് ചുമയും എന്താ പറയുക ഈ തണുപ്പും കൂടി ആയിട്ട് തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. ഓക്കെ. ഇപ്പോൾ ഇതാക്കുന്നത് ഇല്ല, ഇതിൽ കാണില്ല. ക്യാമറയിൽ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവണില്ല. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ ആ സൈഡിലൂടെ ഇങ്ങനെ ഇതിൻ്റെ നീളം ശരിക്കും കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ ബ്രിഡ്ജിന് വലിയ രസമൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ മേലൂടെ നടക്കുന്ന സമയത്ത് താഴെ വെള്ളം കാണും. അപ്പം അതിൻ്റെ ആ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു പേടി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന സമയത്ത് താഴേക്ക് നോക്കുമ്പോൾ ചെറിയൊരു എന്താ പറയുക പേടി കാര്യങ്ങളൊക്കെ തോന്നും. ആ ഒരു ഫിയർ അതിൻ്റെ കൂടെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് ആ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സംഭവമാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്. ഓരിങ്ങ് പോന്നിട്ട് അവിടെ പോയിട്ട് ഇതെടുക്കണം. അങ്ങോട്ടേക്ക് വരാൻ എന്താ പറയുക ഭയങ്കര ആൾക്കാർ ഫുള്ള് വെയിറ്റിംഗ് ആയി നിൽക്കുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയൊരു തിരക്കൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതാക്കുന്നത് ഈ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്ന് ഇവിടുന്ന് ശരിക്കും ഇതാണ് എന്താ പറയുക ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. ഫീലിങ്സ് അല്ല, ശരിക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഞാനിതിൽ 16 GB മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തുകൊണ്ട് എനിക്ക് അധികം സ്പേസ് ഇല്ല. അപ്പം ഇത്രയാണ് എന്താ പറയുക ദന്തികനഹള്ളി ഡാം, അതല്ലെങ്കിൽ റിസർവോയർ പറയുന്ന സ്ഥലം. തണുപ്പായതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ. അതേപോലെ നല്ല തലവേദനയുണ്ട്. അപ്പം അവിടെ എത്തിയപ്പോഴേക്കും എന്താ പറയുക നടന്ന് ഞാൻ അപ്പുറത്ത് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കര തണുപ്പും അതേപോലെ മഴയും കൂടി വന്നിട്ട് എൻ്റെ ശബ്ദമെല്ലാം വേറെ രീതിയിലേക്ക് മാറി. അതേപോലെ ഭയങ്കര തലവേദന. എനിക്ക് അവിടെ നിന്ന് അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തും പെട്ടെന്ന് സ്കൂട്ടായി കാണും. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ ഞാൻ തിരിച്ചു പോകുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയതാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൈഡ്. ഓക്കെ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആസ് എ ബിഗിനർ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് 3 വീഡിയോ ഞാൻ പോയ സ്ഥലങ്ങൾ എങ്ങനെ അതൊക്കെ വീഡിയോ എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ. ഓക്കെ. സോ ആസ് എ ബിഗിനർ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോകെ റെഡിയായി വരുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ. സോ ഇത്രയാണ് എന്താ പറയുക ഇന്നത്തെ തന്നെ മോർണിംഗ് റൈഡ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ആൻഡ് സ്മാഷ് ദ ലൈക്ക്.
അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.